അങ്ങൊരു ടെക്നോക്രാറ്റാണ്, അങ്ങൊരു ബിസിനസ്മാനാണ്. അങ്ങയെ പൊതുവിൽ ഒരു വിഭാഗം ജനങ്ങൾ കാണുന്നത് ഒരു വലിയ മുതലാളി, ഒരു MP ആയി, മന്ത്രിയായി, ഇപ്പോൾ കേരളത്തിലെ BJPയുടെ പ്രസിഡന്റായി. അല്ല, ഞാൻ ബിസിനസ്മാൻ ആയിരുന്നു. ബിസിനസ്സിൽ നിന്നാണ് ഞാൻ പോളിറ്റിക്സിൽ വന്നത്. ഞാൻ ബിസിനസ്മാൻ അല്ല, ഇപ്പോൾ അങ്ങനെയല്ല. 20 കൊല്ലമായിട്ട് ഞാൻ പോളിറ്റിക്സിലാണ്. അപ്പോൾ മുതലാളി എന്ന് പറയുമ്പോൾ ഇതൊരു ഡെറോഗേറ്ററി ടേമായിട്ട് നമ്മളെ സഖാവന്മാർ ഉപയോഗിക്കുന്നതാണ്. ഇതിൽ ഞാൻ ഇത് കേൾക്കുമ്പോൾ തന്നെ ഇതിൽ കുറച്ച് വെടിത്തരം. മുതലാളിയല്ലേ അപ്പോൾ ശരി? അല്ല, ഞാൻ മുതലാളി എങ്ങനെയാണ് മുതലാളി? എങ്ങനെ? ഞാൻ പണ്ട് കാലത്തൊരു ബിസിനസ്മാൻ ആയിരുന്നു. ബിസിനസ് മേഖലയിൽ നിന്നാണ് ഞാൻ പോളിറ്റിക്സിൽ വന്നിട്ട്, അതുകൊണ്ട് ഞാൻ മുതലാളിയായോ? അങ്ങനെയത്. അപ്പോൾ പിന്നെ പിണറായി വിജയൻജീൻ്റെ മകള് മുതലാളിയാണോ? എക്സാലോജിക് സിസ്റ്റംസിൻ്റെ വലിയ കമ്പനി നടത്തുന്ന ഒരു വ്യക്തിയല്ലേ? അതെല്ലാം ഒരു വെടിത്തരമാണ്. നോക്കൂ, രാഷ്ട്രീയത്തിൽ ആർക്കും വരാൻ അവകാശമുണ്ട്. ഞാനൊരു ലോയർ ആണെങ്കിൽ എനിക്ക് ആരാണെങ്കിലും വരാം. ഒന്നിടപെടുകയാണ്. രാജീവ് ചന്ദ്രശേഖരൻ എന്ന പാർലമെന്റേറിയനെ ഇന്ത്യ അറിയുന്നത് 2G സ്കാമിലൂടെയാണ്. ശരിക്കും അതായിരുന്നു അങ്ങയുടെ ഒരു പൊളിറ്റിക്കൽ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. 2006 വന്നപ്പോൾ ഞാൻ ഒരു ടേമിൽ മാത്രമാണ് വന്നത്. അത് വന്നത് ഒരു ഫ്ലൂക്കായിരുന്നു. BJPയും JDSൻ്റെ ഒരു കോalition അലയൻസ് ആയിരുന്നു കർണാടകയിൽ. ദേവഗൗഡജി സജസ്റ്റ് ചെയ്തു, ഒരു 4ാമത്തെ സീറ്റുണ്ട്, നിങ്ങൾ മത്സരിച്ചോളൂ, നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെയാണ് ഞാൻ രാഷ്ട്രീയത്തിൽ വന്നത്. അന്നുണ്ടായിരുന്നൊരു ആരോപണം അങ്ങ് കാശ് കൊടുത്ത് MLA മാരെ സ്വാധീനിച്ചു എന്നൊക്കെയായിരുന്നു. അത് നോക്കൂ, ഇനിയിപ്പോൾ പൊളിറ്റിക്കൽ പാർട്ടി ബിസിനസ്സിലാവുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിനെ സഹായിച്ചില്ല എന്ന് പറയാൻ എനിക്ക് കഴിയില്ല. അത് ഞാൻ നുണ പറയുന്ന ആളല്ല, സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഇലക്ഷൻ ജയിക്കാൻ കാശ് കൊടുത്തു, അത് നുണയാണ്. അത് 100% നുണയാണ്. പക്ഷേ ജനതാദളിനെ സപ്പോർട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒന്നും പറയാം. ഞാൻ എല്ലാ പാർട്ടികളും അത് സഹായിച്ചിട്ടുണ്ട്. ഞാൻ മൻമോഹൻ സിംഗിനെ സഹായിച്ചിട്ടുണ്ടല്ലോ ഇലക്ഷൻ സമയത്ത്. ഞാൻ മൻമോഹൻ സിംഗ് ന്യൂഡൽഹി ലോക്സഭ മത്സരിക്കുമ്പോൾ ഞാൻ പോയിട്ട് ഒഫീഷ്യലായിട്ട് അദ്ദേഹത്തിന് കാശ് കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് ബിസിനസ്സിൻ്റെ സമയത്ത് നമ്മൾ സഹായിക്കും. പക്ഷേ ഈ രാജ്യസഭയിൽ കയറിയ ഉടനെ ഞാൻ ഈ 2G സ്കാം, കാരണം ടെലികോം ആയിരുന്നല്ലോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആ സ്കാം കണ്ടപ്പോൾ, ഞാൻ ഇൻഡിപെൻഡൻറ്റ് MP ആയിരുന്നു, ഒറ്റയ്ക്ക് ഞാൻ ആ സ്കാം എക്സ്പോസ് ചെയ്തു. ശരിക്കും അതിലൂടെയാണോ BJPയുമായിട്ടുള്ള ഒരു അടുപ്പത്തിലേക്ക് മാറുന്നത്? അല്ല, BJPൻ്റെ അടുപ്പ് ഞാൻ 1994 തുടങ്ങിയതാണ്. കർണാടക പോളിറ്റിക്സിൽ എൻ്റെ ഒരു സുഹൃത്തായ കർണാടക BJP ഒരു നേതാവ് ഉണ്ടായിരുന്നു, അനന്ത് കുമാർ. വ്യോമയാന മന്ത്രി. അതെ, ഒരു അപ്പ് ആൻഡ് കമ്മിങ് ലീഡറായിരുന്നു. അനന്ത് കുമാറിന് ഞാൻ വളരെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ച് തന്നത് ഇന്ത്യൻ പോളിറ്റിക്സ്, ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നതാണല്ലോ, ഇന്ത്യൻ പോളിറ്റിക്സ് പഠിപ്പിച്ച് തന്നത് ആക്ച്വലി അനന്ത് കുമാർജിയാണ്. ഗുരു അനന്ത്കുമാർ. അതെ, കറക്റ്റാണ്. ഞാൻ എൻ്റെ ഏട്ടനായിട്ട് മരിക്കുന്നവരെ ഇന്നും അദ്ദേഹത്തിന് ഏട്ടനായിട്ടാണ് കാണുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.